നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയുടെ ആക്രമണത്തിൽ മൂരിക്കുട്ടി ചത്തു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ സഹോദരങ്ങളായ 2 യുവാക്കൾ റിമാൻഡിൽ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ അപകടം പതിയിരിക്കുന്നു. 150 അടിയിലേറെ താഴ്ചയുള്ള പഴയ കരിങ്കൽ ക്വാറിയാണ് റോഡരികിൽ വാപ്പിളർന്നു നിൽക്കുന്നത്. ചെങ്ങന്നൂർ ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കുണ്ടായിയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപം വട്ടത്തൊടി മുസ്തഫയുടെ തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന 15 ദിവസം പ്രായമായ മൂരിക്കുട്ടിയെയാണ് പുലി കൊന്നത്. രാവിലെ തൊഴുത്തിലെത്തിയ മുസ്തഫയാണ് പുലി ഭക്ഷിച്ച മൂരിക്കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഞാൻ വെളുപ്പിന് വന്നപ്പോൾ പശുക്കുട്ടി പുലി പിടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ വനംവകുപ്പിനൊക്കെ അറിയിച്ചു. അവരൊക്കെ വന്ന് നോക്കിപ്പോയി. ഇവിടെ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ശാസ്ത്രമല്ല. പലപ്പോഴും വെച്ചിട്ടുണ്ട്, ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അത് ക്യാമറ വെച്ച പിന്നെ പുലി ഇങ്ങോട്ട് വരുന്നില്ല. അവരത് എടുത്തു പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നു പുലി. ഇപ്പോൾ ഈ പരിസരത്തൊക്കെ അവർ വന്ന് നോക്കി പോയിട്ടുണ്ട്, ക്യാമറ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അവരെന്താണ് ചെയ്തു തരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. ഇവിടെ ആന ഡെയിലി വന്നിട്ടുണ്ട്, ശല്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നടക്കാൻ വൈകുന്നേരമായ റോട്ടിലിറങ്ങാൻ പറ്റില്ല. ആന ശല്യമാണ്. മൃഗശല്യം കൂടുതലായ കാരണം രക്ഷയില്ല. എവിടേക്കും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ആസ്പത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി വരില്ല, വണ്ടിക്കാരും വരില്ല. എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കറിയില്ല. അത് സേഫ്റ്റി വേണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ. വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പാലപ്പിള്ളി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KT ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ പരിശോധിച്ചെങ്കിലും പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാനും വനംവകുപ്പ് നിർദ്ദേശം നൽകി. തുടർച്ചയായി കാട്ടാനയുടെ ഭീതിയിൽ കഴിയുന്ന കുണ്ടായി എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികൾ പുലിയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഭീതിയിലാണ്. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന ഉറപ്പ് വനപാലകർ നൽകിയതായി വാർഡ് മെമ്പർ ഷീല ശിവരാമൻ പറഞ്ഞു. അപ്പം എൻ്റെ പാടിയുടെ ഫ്രണ്ടിലാണ് ഇന്നലെ രാത്രി ഒരു 12:30 സമയത്ത് ഒരു പശുക്കുട്ടീനെ, അതായത് വേറൊരു മുസ്തഫ എന്ന് പറയുന്ന ഒരാളുടെ പശുക്കുട്ടീനെ പുലി പിടിച്ച് കൊന്നതായിട്ട് ഇന്ന് നേരം വെളുത്തപ്പോൾ ആള് കറക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. വനംവകുപ്പിന് വിവരം അറിയിച്ചിരുന്നു. അവർ വന്ന് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് അടിക്കാടുകൾ ഉണ്ടായിരുന്നു. അത് കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ അടിക്കാട് നീക്കം ചെയ്തിട്ടുണ്ട്. എങ്കിലും മുഴുവനായിട്ടില്ല. അത് തുടർന്നും അത് മുഴുവനാക്കാനുള്ള സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല, പല ആവർത്തിയായി ഈ പുലി ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ഇതിനു മുൻപും പല ആവർത്തി ഇങ്ങനെ പുലിയുടെ ആക്രമണം മൂലം പശുക്കൾ, മുരിക്കുട്ടികൾ, അതായത് കെട്ടിയിട്ടതും കെട്ടിടാത്തതും അഴിച്ചുവിട്ടതുമായ ഒരുപാട് മൃഗങ്ങളെ പുലി പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും വനംവകുപ്പ് വന്ന് അത് ശ്രദ്ധയിൽ വന്നിട്ട് അത് വനംവകുപ്പ് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യവുമുണ്ട്. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നത്. കുണ്ടായി എസ്റ്റേറ്റിനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ കെട്ടിയിട്ടിരുന്ന മൂരിക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. മൂരിക്കുട്ടിയുടെ മുറിഞ്ഞ വാലും ചോരപ്പാടുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വനംവകുപ്പെത്തി പുലി തന്നെയാണ് മുരിക്കുട്ടിയെ പിടിച്ചതെന്ന് സ്ഥിരീകരിച്ചതോടെ വലിയ ഭീതിയിലാണ് കുണ്ടായി എസ്റ്റേറ്റിനോട് ചേർന്ന പാടികളിൽ താമസിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ.
വനംവകുപ്പ് അധികൃതരെത്തി ഇത്തരത്തിൽ പലയിടങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ പുലിയാണെന്ന് സ്ഥിരീകരിച്ച നിലയ്ക്ക് കൂട് സ്ഥാപിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തല്ലൂരിലെ മൊബൈൽ ഷോപ്പിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ സഹോദരങ്ങളായ 2 യുവാക്കൾ റിമാൻഡിൽ. അന്നമനട സ്വദേശി ഓളക്കൻ വീട്ടിൽ 37 വയസ്സുള്ള സെയ്ദ് മുഹസിൻ, സഹോദരൻ 22 വയസ്സുള്ള മുഹത്ത് അസീം എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 31-ന് പുലർച്ചെയാണ് സംസ്ഥാന പാതയോരത്തെ അഫാത്ത് മൊബൈൽ ഷോപ്പിൻ്റെ ഷട്ടറിൻ്റെ താഴെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റി മോഷണം നടത്തിയത്. മൊബൈൽ ഫോണുകളും അക്സസറീസും അടക്കം 25 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് മോഷണം പോയത്. കടയ്ക്കകത്ത് കയറി 2 പേർ ചേർന്ന് ഫോണുകൾ ചാക്കുകളിൽ നിറച്ച് കാറിലാക്കി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. മോഷണം പോയ ഫോണുകളുടെ IMEI നമ്പറുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ N. പ്രദീപ്, അഡീഷണൽ SI സുധീഷ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, MJ ബിനു, ഷിജോ തോമസ്, പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ രജനീശൻ, ഷിനോജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ വർഷത്തെ SSLC ഫലം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാകും ഫലപ്രഖ്യാപനം നടത്തുക. ഇതോടൊപ്പം തന്നെ THSLC, AHSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കുന്നതാണ്. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ SSLC ഫലം ലഭ്യമാക്കും. ദിവസേന നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ അപകടം പതിയിരിക്കുന്നു. 150 അടിയിലേറെ താഴ്ചയുള്ള പഴയ കരിങ്കൽ ക്വാറിയാണ് ഇവിടെ റോഡരികിൽ പിളർന്നു നിൽക്കുന്നത്. റോഡിനെയും ക്വാറിയെയും വേർതിരിക്കുന്ന ഭാഗത്ത് കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കുറയ്ക്കാൻ ഇത് പര്യാപ്തമല്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പറയുന്നു. റോഡിൽ കുത്തനെ ഇറക്കമുള്ള ഈ ഭാഗത്ത് ഏതെങ്കിലും വാഹനം നിയന്ത്രണം വിട്ടാൽ ആഴമേറിയ ക്വാറിയിൽ ചെന്ന് വീണ് ആളപായമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്കുണ്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ സൈക്കിളിൽ പോകുന്നത് ഇതുവഴിയാണ്. കൂടാതെ ചൊക്കന, പാലപ്പിള്ളി, കുണ്ടായി, മൈസൂർ റബ്ബർ എസ്റ്റേറ്റുകളിലേക്കുള്ള തോട്ടം തൊഴിലാളികളും പുലർച്ചെ ഇരുചക്ര വാഹനങ്ങളിൽ ജോലിക്ക് പോകുന്നതും ഇതുവഴിയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ക്വാറിയോട് ചേർന്നുള്ള റോഡരികിൽ ഉറപ്പേറിയ റെയിൽ ഗാർഡുകൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. അതുവരെ മുന്നറിയിപ്പ് ബോർഡും രാത്രിയിൽ കൂടുതൽ വെളിച്ചം കിട്ടുന്ന തരത്തിലുള്ള വഴിവിളക്കും സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് രവീന്ദ്രനാഥ് അധികൃതർക്ക് നിവേദനം നൽകി. ചെങ്ങന്നൂർ ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നിശാന്ത് അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. അജിത് കുമാർ, ജിബിൻ പുതുപ്പള്ളി, പ്രകാശ് കിളിയാറ, ഡേവിസ് ചിറയത്ത്, വിജു തച്ചംകുളം എന്നിവർ സന്നിഹിതരായി. വയോജനങ്ങൾ ഉൾപ്പെടെ 100ഓളം പേർ എത്തുന്ന ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടർ ഇല്ലാത്തത് മൂലം രോഗികൾ വലയുന്നത് പതിവായിരിക്കുകയാണെന്ന് BJP ആരോപിച്ചു. ഹെൽത്ത് സെന്ററിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സംഘത്തിന്റെ നേതൃത്വത്തിൽ കടമ്പോടുള്ള 1 ഏക്കർ തരിശ് നിലത്തിൽ വാഴകൃഷി ആരംഭിച്ചു. മറ്റത്തൂരിനെ തരിശുരഹിത പഞ്ചായത്താക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച വാഴകൃഷിയുടെ വിത്തുനടിൽ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MR രഞ്ജിത്ത്, സജിത രാജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ്, മറ്റത്തൂർ കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ, IR ബാലകൃഷ്ണൻ, PK രാജൻ, സംഘം വൈസ് പ്രസിഡന്റ് EK ശശി, സെക്രട്ടറി CS സുരമ്യ എന്നിവർ പ്രസംഗിച്ചു. ലബോറട്ടറി മേഖലയിൽ ഏറ്റവും കൃത്യതയാർന്നതും അതിവേഗത്തിൽ വളരുന്ന ലാബ് ശൃംഖലയുമായ ഹൈജിയ മെഡ് ലബോറട്ടറീസിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ച് കല്ലൂർ പാലക്കപ്പറമ്പിൽ ആരംഭിച്ചു. നമ്മുടെ തൃശ്ശൂർ പഞ്ചായത്തിലെ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ലബോറട്ടറി അത്യന്താപേക്ഷിത ഘടകം തന്നെയാണ്. കാരണം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഏറെക്കുറെ എല്ലാവരും.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ, പ്രഷർ, മറ്റ് കൊളസ്ട്രോൾ എല്ലാം ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ലബോറട്ടറിയാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായത്. അതിന് ഇവിടെ ഈ ലബോറട്ടറി തുടങ്ങാൻ സന്മനസ് കാണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈജിയ ഡയറക്ടേഴ്സ് മനോജ് കുമാർ, ടി.കെ. ഷാജു, എൻ.എം. പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 15 ദിവസം എല്ലാ ടെസ്റ്റുകൾക്കും 25% ഡിസ്കൗണ്ട് നൽകുന്നു. കുറഞ്ഞ നിരക്കിൽ വിവിധതരം ഹെൽത്ത് പാക്കേജുകൾ, തൈറോയിഡ് പോലുള്ള ഹോർമോൺ ടെസ്റ്റുകളുടെ ഫലം മണിക്കൂറുകൾക്കകം ലഭ്യമാക്കുന്നു. ഇമെയിൽ, വാട്സപ്പ് റിസൾട്ട് കൂടാതെ ഹോം കളക്ഷൻ സൗകര്യവും. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6 വരെയും ഞായറാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുമാണ് പ്രവർത്തന സമയം. ഹൈജിയ വെറുമൊരു ലാബ് മാത്രമല്ല, ഇത് നിങ്ങളുടെ എല്ലാ രോഗനിർണയ ആവശ്യങ്ങൾക്കും പൂർണ്ണമായും വിശ്വസനീയമായ ഒരു അതുല്യ അനുഭവം നൽകുന്നു. ഹൈജിയ മെഡ് ലബോറട്ടറീസ്, കല്ലൂർ ചിറ്റ്സ് ഭവൻ ബിൽഡിംഗ്, പാലക്കാപ്പറമ്പ്, കല്ലൂർ. ഫോൺ നമ്പർ 7990832361. മറ്റൊരു ഫോൺ നമ്പർ 9072907939. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിക്കര നെല്ലായി യൂണിറ്റിന്റെ വാർഷികവും AC ലോനപ്പൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നും 37.5 ലക്ഷം രൂപയുടെ ധനസഹായം വിതരണോദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രഞ്ജി മോൻ, നിയോജകമണ്ഡലം ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിയോജകമണ്ഡലം വൈസ് ചെയർമാനുമായ ജോബി ജോൺ, യൂണിറ്റ് പ്രസിഡന്റ് M ശിവദാസ്, KM സത്യൻ, ശ്രീനി എന്നിവർ സംസാരിച്ചു. കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ ഈ മാസം 10 മുതൽ 30 വരെ ഇൻറ്റിമസീസ് ബിയോണ്ട് ഡിസ്റ്റൻസസ് എന്ന പേരിലുള്ള കലാപ്രദർശനം ഒരുക്കുമെന്ന് സംഘാടകർ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആർട്ടിസ്റ്റ് ജോഷുവയുടെ പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ കാലത്തെ കുടിയേറ്റം, ഡിജിറ്റൽ ആശയവിനിമയം, ഒറ്റപ്പെടൽ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ബന്ധം എന്നത് എന്താണെന്ന് പുനർചിന്തനം നടത്താനുള്ള ശ്രമമാണ് ദൂരങ്ങൾക്കപ്പുറമുള്ള അടുപ്പങ്ങൾ എന്ന പ്രദർശനമെന്നും നിശബ്ദത അല്ലെങ്കിൽ ദൂരം എന്നിവയ്ക്കപ്പുറത്തേക്ക് പോലും നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പ്രദർശനം പ്രചോദനമാകുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ക്യൂറേറ്റർ ഡോക്ടർ ജോർജി ജോസഫ്, ആർട്ടിസ്റ്റ് ജോഷെ എന്നിവർ പങ്കെടുത്തു. സഖാവടക്കം എല്ലാവരും ഇതൊക്കെ പഠിച്ച് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് 2013 സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ സബ്ജക്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ബ്രിഡ്ജിങ് ടെലിപ്പതിക് ഫാക്കൽറ്റി ആൻഡ് വിഷ്വൽ ആർട്ട് എന്ന് പറഞ്ഞു, ദൃശ്യകലയും അതീന്ദ്രിയവും തമ്മിലുള്ള പാലം. അപ്പോൾ അന്ന് ഫെലോഷിപ്പ് കിട്ടിയ ഒരാളാണ് കേരളത്തിൽ. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ വരുന്നത്. നന്ദിക്കരയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രികൻ മരിച്ചു. ചുവക്കാരൻ പരേതരായ അരവിന്ദാക്ഷൻ്റെയും ലക്ഷ്മിയുടെയും മകൻ 47 വയസ്സുള്ള ദിബീഷാണ് മരിച്ചത്. നന്ദിക്കരയിൽ വെച്ച് രാത്രിയിൽ ജോലി കഴിഞ്ഞ് റോഡരികിലൂടെ നടന്നു വരികയായിരുന്ന ദിബീഷിനെ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദിബീഷ് അബോധാവസ്ഥയിൽ 1.5 മാസമായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നടത്തി. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ആമ്പല്ലൂരിൽ സാമൂഹിക പരിവർത്തന സദസ്സ് നടത്തുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ആമ്പല്ലൂർ സെൻറ്ററിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. മാഞ്ഞൂർ BBLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച രാവിലെ 9-ന് സ്കൂളിൽ സംഘടിപ്പിക്കും. കേരളത്തിൽ
പല ജില്ലകളിലും ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച പാലക്കാട് ജില്ലയിൽ താപനില 37 ഡിഗ്രി വരെയും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരാക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനം വെള്ളിയാഴ്ച നടത്തും. രാവിലെ 6:30 യജ്ഞശാലയിൽ ഭദ്രദീപ പ്രകാശനം, മഹാഗണപതി ഹോമം, മുഹൂർത്ത പ്രായശ്ചിത്തം, ദാനം, മരപ്പാണി, ബിംബകലശാദികൾ, ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ, പ്രാണപ്രതിഷ്ഠാ കർമ്മം എന്നിവ നടക്കും. രാവിലെ 10-നും 10:40-നും ഇടയിൽ ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ഐവർമഠം ഷൈൻ കൃഷ്ണ പ്രാണപ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കും. ഇനി കാണാം ഇൻഫോ ടോക്ക്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാകുന്ന അവസ്ഥയാണ് പ്രമേഹം. പ്രമേഹം ഹൃദയത്തെയും രക്തചംക്രമണത്തെയും ഉൾപ്പെടെ ബാധിക്കുന്ന ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ഭക്ഷണത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയാൽ പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഏറെ കാലങ്ങൾക്ക് മുൻപേ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഇൻഫോടോക്കിൽ പങ്കുവയ്ക്കുന്നു. ഭക്ഷണത്തിൽ കൃത്യമായി ശ്രദ്ധ പുലർത്തിയാൽ പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്ന ഏറെ കാലങ്ങൾക്ക് മുൻപേ തെളിയിക്കപ്പെട്ടതാണ്. പാവയ്ക്കയ്ക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വിസിൻ, കെരാറ്റിൻ, പോളിപെപ്റ്റൈഡ് എന്നിവ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്കെൽറ്റൽ മസിലുകളുടെ ഗ്ലൂക്കോസ് ഉപയോഗം കൂട്ടുകയും ചെയ്യും. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കാതെ നിലനിർത്തും. അന്നജത്തിന്റെ ആഗിരണം കൂട്ടുന്ന ചില എൻസൈമുകളെ നിയന്ത്രിക്കാനും ഇതിലെ ഘടകങ്ങൾക്ക് കഴിയും. ഇന്റർനാഷണൽ ഡയബറ്റിക് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നതനുസരിച്ച് കോവയ്ക്ക പ്രകൃതിദത്ത ഇൻസുലിനാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാതെ നിയന്ത്രിക്കാൻ കോവയ്ക്ക കഴിക്കുന്നതിലൂടെ സാധിക്കും. നാരുകൾ ധാരാളം അടങ്ങിയതും ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണെന്നതുമാണ് കോവയ്ക്ക പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്രദമാകുന്നതിനുള്ള പ്രധാന കാരണം. സാധാരണയായി പ്രമേഹ രോഗികൾ കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് പറയാറുള്ളത്. എന്നാൽ മധുരക്കിഴങ്ങുമായി ബന്ധപ്പെട്ട പഠനം പറയുന്നത് മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു എന്നാണ്. മറ്റുള്ള കിഴങ്ങുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് മധുരക്കിഴങ്ങിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് അഥവാ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനുള്ള കഴിവ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി മധുരക്കിഴങ്ങ് കഴിക്കാം. ഓട്സിലെ അലിയുന്ന നാരായ ബീറ്റ ഗ്ലൂക്കൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും. നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന റോൾഡ് ഓട്സ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓട്സ് പാചകം ചെയ്യുമ്പോൾ അധികം കുറുക്കിയെടുക്കേണ്ടതില്ല. പാല് ചേർത്ത് ഓട്സ് ഉണ്ടാക്കുന്നതും ഓട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങളും പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദമാണ്. ഉലുവ പ്രമേഹം നിയന്ത്രിക്കാൻ ഉത്തമമാണെന്ന് വളരെ കാലം മുൻപ് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഉലുവ മുളപ്പിച്ചുപയോഗിക്കുന്നതും പൊടിച്ചുപയോഗിക്കുന്നതുമാണ് ഗുണപ്രദം. പച്ചച്ചക്കയിലും ചക്കക്കുരുവിലും ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ പച്ചച്ചക്ക വിഭവങ്ങളെല്ലാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. പച്ചച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ വയറ് നിറഞ്ഞ അനുഭവം ഉണ്ടാക്കുകയും അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ ഒഴിവാക്കുകയും ചെയ്യും. പക്ഷേ പഴുത്ത ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നതിനാൽ പ്രമേഹ രോഗികൾ പഴുത്ത ചക്ക ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പ്രമേഹ നിയന്ത്രണത്തിൽ നെല്ലിക്കയുടെ ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നെല്ലിക്ക പ്രമേഹ രോഗികൾക്ക് ഒരു സപ്പോർട്ടിംഗ് സപ്ലിമെന്റ് ആണ്. നെല്ലിക്കയിലെ വിറ്റാമിൻ സിയും ഫിനോളിക് ഘടകങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇൻസുലിന്റെ സംവേദനക്ഷമത കൂട്ടാനും നെല്ലിക്കയ്ക്ക് കഴിയും. നെല്ലിക്കയിലെ ആന്റി ഓക്സിഡന്റുകൾ പ്രമേഹ മുറിവുകൾ ഉണക്കാനും പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ.
വെള്ളിക്കുളങ്ങര ഇലവുംകുടിയിൽ ബേസിൽ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1-ന് വെള്ളിക്കുളങ്ങര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിൽ നടക്കും. കല്ലൂർ കാവല്ലൂർ പൊന്നാരി ജോജു അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽ പള്ളിയിൽ നടക്കും. സിമിയാണ് ഭാര്യ. മക്കൾ ബിൻഡോ, ആൻബിയ. വെണ്ടൂർ കുരുതുകുളങ്ങര മുറ്റിച്ചുക്കാരൻ കൊച്ചന്തു അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയുടെ ആക്രമണത്തിൽ മൂരിക്കുട്ടി ചത്തു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ സഹോദരങ്ങളായ 2 യുവാക്കൾ റിമാൻഡിൽ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ അപകടം പതിയിരിക്കുന്നു. 150 അടിയിലേറെ താഴ്ചയുള്ള പഴയ കരിങ്കൽ ക്വാറിയാണ് റോഡരികിൽ വാപ്പിളർന്നു നിൽക്കുന്നത്. ചെങ്ങാലൂർ ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.